രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു കൃഷ്ണ. രാവിലെ ഏതാണ്ട് 7 മണിക്ക് ശേഷമാണ് ധാത്രിയുടെ കണ്ണ് തുറന്നത് തന്നെ. തലേന്ന് രാത്രിയിലത്തെ കഥ മുഴുവനും കല്യാണിയമ്മയോട് പറഞ്ഞതുകൊണ്ട് അവരും കൊച്ചുമോളുടെ ഉറക്കത്തെ ഉണർത്തി വഴക്ക് പറയാനായി മുറിയിലേക്ക് ചെന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം ഉറക്കം തെളിഞ്ഞാണ് അവൾ എഴുന്നേറ്റത്. ഉറക്കച്ചടവ് ഏതുമില്ലാതെ അവൾ കട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രഭാതവന്ദനം ചൊല്ലി. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഭഗവത് ഗൗരി പ്രഭാതേ കരദർശനം. ഉള്ളം കൈയിലേക്ക് നോക്കി ഇരു കൈകൾ കൊണ്ടും പ്രണാമം പറഞ്ഞ് മനസ്സിൽ സകല ദൈവങ്ങളെയും കുടുംബത്തിൽ നന്മ ലഭിക്കണേ എന്നൊക്കെ പ്രാർത്ഥനയോടെ അവൾ മിഴികൾ തുറന്നു. സമയം നോക്കി എഴുന്നേൽക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു അമ്മമ്മ വിളിക്കാഞ്ഞത് ദൈവമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കുമെന്ന്. പെട്ടെന്ന് കയറി കുളിച്ച് തോർത്തും ചുറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജനലിലൂടെ പുറത്തു കിടക്കുന്ന അവന്റെ ജീപ്പ് കണ്ണിൽപ്പെട്ടത്. അറിയാതെ ഒരു തരിപ്പ് ശരീരത്തിലൂടെ പാഞ്ഞുപോയി. അവനെ ഭയം ഏതുമില്ലെന്ന് നാഴികയ്ക്ക് 40 തവണ പറഞ്ഞുകൊണ്ട് നടക്കുന്നവളിൽ ആ നേരം എന്തിനോ വേണ്ടിയുള്ള ഭയം നിറഞ്ഞിരുന്നു എന്നതായിരുന്നു നേര്. അത് വെറുതെ ആയിരുന്നില്ല, മറിച്ച് ഇന്നലെ പറഞ്ഞുപോയ വാക്കുകളെ ഓർത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താൻ തെറ്റായ ഒന്നും തന്നെ അവനോട് പറഞ്ഞിട്ടില്ല. ഇത്രയും സ്നേഹത്തോടെയും കനിവോടെയും നിൽക്കുന്ന തന്റെ ദൈവമ്മേനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ കൈവിട്ടു പോയതാണ്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ പറഞ്ഞതൊക്കെ അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷേ തൊട്ടടുത്ത നിമിഷം ദൈവമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. അപ്പൊ തോന്നി ഇതല്ല, ഇതിലും 4 കൂടി അധികത്തിൽ അവനെ പറയാമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവൾ പഴയ പോലെ ഓക്കെയായി. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ സിദ്ധി ഇത്രയും ഭയക്കുന്നത്? ദൈവമ്മയും പാർത്ഥിനും നിനക്ക് ചുറ്റുമുള്ളപ്പോൾ അയാൾ എന്തായാലും തന്നെ ഒന്നും പറയാനും ചെയ്യാനും പോകുന്നില്ല. കാരണം എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ പോലും അവർ രണ്ടുപേരും കയറി ഇടയ്ക്ക് നിൽക്കുമെന്ന് രാവണന് നല്ല തള്ളു വെച്ചോളും. സോ ഒരു പേടിയും വേണ്ട സിദ്ധി. അവളൊന്ന് ശ്വാസം എടുത്തുവിട്ടു. ഇനിയിപ്പോ അങ്ങ് കൂടിപ്പോയി അമ്മയോട് എന്തെങ്കിലും എതിര് പറഞ്ഞാലും പാർത്ഥേട്ടനോട് പുള്ളി അധികം കളിക്കാൻ ചെല്ലില്ല. അപ്പൊ താൻ ഒട്ടും ഭയപ്പെടേണ്ട കാര്യം വരുന്നില്ല. ഒക്കെ തന്റെ ഏട്ടൻ നോക്കിക്കോളും. മനസ്സിലെ ഒരു ഭാഗം ഭയം കൊണ്ട് അവളെ തളർത്തിയപ്പോൾ മറുഭാഗം ആവശ്യമില്ലാത്ത ധൈര്യം നൽകി അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പോലെ കാര്യമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം സ്വയം നല്ലോണം മോട്ടിവേറ്റ് ചെയ്തവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അതും തല ഉയർത്തിപ്പിടിച്ചു തന്നെ. സമയം ഏകദേശം 8 മണിയോടെ അടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള ആളുടെ രീതി വെച്ച് ഇവിടെ ഉണ്ടാവില്ല. എന്തായാലും പോയിട്ടുണ്ടാവും. അത് ആലോചിച്ചവൾ തന്നെ അവളുടെ മനസ്സൊന്ന് തണുത്തു. നിനക്കെന്താ അങ്ങനെ പേടിയാണോ സിദ്ധി? സമാധാനത്തോടെ ഇരുന്ന് മനസ്സിനെ ചൊറിഞ്ഞ് സന്തോഷിക്കും പോലെ മനസാക്ഷി കുത്തി നോവിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കോ പേടിയോ? അത് രാവണൻ വെറുതെ. പിന്നെന്തിനാണ് കണ്ണിങ്ങനെ ചുറ്റുപാടും അലഞ്ഞ് അയാളെ തിരക്കുന്നത്? വിടാൻ ഭാവമില്ലാതെ അവളുടെ മനസാക്ഷി പിന്നെയും ഒപ്പം കൂടിയതും. എനിക്ക് അയാളെ കാണുന്നത് ഇഷ്ടമില്ല. അപ്പൊ പിന്നെ വെറുതെ കാണണ്ടല്ലോ എന്ന് കരുതി അയാൾ ഇല്ലാത്തത് നോക്കി നടന്നാണ്. അല്ലാതെ എനിക്കാരെയും പേടിയൊന്നുമില്ല. പെണ്ണ് സ്വയം ദേഷ്യം കാണിച്ചുകൊണ്ട് മനസാക്ഷിയെ പോലും അടക്കി നിർത്തി അടുക്കളയിലേക്ക് ചെന്നതും പതിവില്ലാതെ ധൃതിയിൽ ദൈവമ്മ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് അവൾ കണ്ടത്. ഇതെന്താപ്പോ ഇത്രയും ധൃതി? ഇവിടുത്തെ സാറ് വന്നോ വിലാസിനിയമ്മേ? തന്റെ അടുത്തൂടെ കാസർഗോളുമായി പാഞ്ഞ വിലാസിനിയമ്മയെ പിടിച്ചു നിർത്തി അവൾ ചോദിച്ചു. എന്റെ പൊന്നു കുഞ്ഞെ, ഞങ്ങളൊക്കെ നല്ല ധൃതിയിലാണ്, കഥയൊക്കെ പിന്നെ പറയാം. അവൾ പിടിച്ചു നിർത്തിയ കയ്യും വെട്ടിച്ച് പാഞ്ഞു പോകുന്നവരെ പെണ്ണ് അന്തിച്ചു നോക്കി. ദൈവമേ, ആ മോൾ എഴുന്നേറ്റോ? ഉറക്കമൊക്കെ തീർന്നോ? അതൊക്കെ മാറി. അല്ല, എന്താ അമ്മ ഇത്രയും തിരക്ക്? മോളെ, അമ്മ ഈ ചട്നി ഒന്ന് താളിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെ ചട്നി താളിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുന്നവരെ കണ്ടതും അവള് അമ്മമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. അമ്മമ്മേ, ഇപ്പൊ നീ കീറ്റും കിരിപ്പും ഒന്നും ചോദിച്ചുകൊണ്ട് വരല്ലേ പെണ്ണെ. ഒക്കെ പെട്ടെന്നൊന്ന് ഒതുക്കട്ടെ. മാറി അവിടെ നിൽക്ക്. അതോടെ ആയതും പെണ്ണിനാകെ അത്ഭുതം തോന്നി. ഇതിപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് ജോലി ചെയ്യാൻ വേണ്ടി ആരാ വരുന്നത്? എന്തായാലും ഇവിടുത്തെ സാറല്ല. ആണെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും സന്തോഷം കാണില്ല. ഇതിപ്പോ ഇത്രയും സന്തോഷം തോന്നണമെങ്കിൽ ആരായിരിക്കും അങ്ങനെ ഒരാൾ? പെണ്ണ് ചിന്തകളിലൂടെ നിന്നതും അമ്മമ്മ വന്ന് അവളുടെ കയ്യിൽ തട്ടി. ഇവിടെ എല്ലാവരും ധൃതി പിടിച്ച് ജോലി ചെയ്യുന്ന കണ്ടിട്ടും നീ വെറുതെ നോക്കി നിൽക്കുന്നോ പെണ്ണെ? കല്യാണി അമ്മ അവളോട് അങ്ങ് ദേഷിച്ചു. ഞാൻ നോക്കി നിന്നതല്ലല്ലോ, എല്ലാവരുടെയും ധൃതി കണ്ട് മാറി നിന്നതല്ലേ. ചുണ്ടും പിളർത്തി സങ്കടത്തോടെ നിൽക്കുന്നവളെ അമ്മമ്മ ഒന്നുകൂടി നോക്കി.
ആൾക്കാർ വേഗത്തിൽ ജോലി ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊപ്പം കൂടി അവരെ സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ സ്വപ്നം കണ്ട് മാറി നിൽക്കുകയല്ല. അമ്മമ്മേ, ഒരമ്മമ്മയില്ല, പോയി ദേവകുഞ്ഞിനെ സഹായിക്കടി. കല്യാണി അമ്മ പിന്നെയും അവളെ വഴക്ക് പറഞ്ഞതും പെണ്ണ് ചാടിക്കൊണ്ട് ദൈവമ്മയുടെ അടുക്കലേക്ക് എത്തി. അവളെ ഇങ്ങനെ വഴക്ക് പറയല്ലേ കല്യാണിയമ്മേ, കൊച്ചിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ദേവമ്മ കയ്യിലെ ചൂടുപാത്രം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും വഴി അവരെ നോക്കി ചിരിച്ചു. ദേവകുഞ്ഞ് എല്ലാത്തിനും ഇവൾക്ക് കൊടിപിടിക്കാൻ പോകുന്നത് കൊണ്ടാ പെണ്ണിന് ഇത്ര അഹങ്കാരം. കല്യാണിയമ്മ ഇത്തിരി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും പെണ്ണ് പിന്നെയും മുഖം വീർപ്പിച്ചു. ഇവിടെ വെറുതെ മൂക്കും മുഖവും കാണിച്ചുകൊണ്ട് നിൽക്കാതെ ഈ എടുത്തു വെച്ചേക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ കഴിക്കുന്നിടത്ത് കൊണ്ടുവെക്ക് സിദ്ധി. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് അടുത്ത വഴക്ക് കേട്ടതും പെണ്ണ് ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ചട്നി സാമ്പാറും കയ്യിലെടുത്ത് ടേബിളിലേക്ക് നടന്നു. ഞാൻ എന്താ അമ്പലമണിയാണെന്നാണോ അമ്മമ്മയുടെ വിചാരം? കാണുമ്പോൾ കാണുമ്പോൾ ചീത്ത പറഞ്ഞോളൂ. പരിഭവം പറഞ്ഞുകൊണ്ട് പെണ്ണ് ടേബിളിനടുത്തേക്ക് ചെന്നതും കാണുന്നത് അമ്മയുടെ ചിരിയാണ്. ആ ചിരിയുടെ കാരണം അറിയാൻ അവളൊരൽപ്പം തലചരിച്ചു നോക്കിയതും കണ്ടു. അവിടെ മാകെ നെയ്യുടെ മണം. നെയ്യിൽ നന്നായി മൊരിച്ചെടുത്ത ദോശയാണ് വിഭവം എന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന വിധം അവിടെ മാകെ ഗന്ധം തങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. അല്ലെങ്കിലും ദേവമ്മയുടെ നെയ് റോസ്റ്റ് അസാധ്യമാണ്. എത്ര ഇഷ്ടമില്ലാത്ത ആളും ചോദിച്ചു വാങ്ങി ഒരു 4-5 കഴിക്കും. തന്റെയും ഇഷ്ടവിഭവമാണത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അടുക്കളയിലെ ആരെങ്കിലും ആകും. അമ്മ മാത്രമുള്ളപ്പോൾ അമ്മയ്ക്ക് ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ കഴിക്കാൻ ആളുണ്ടെങ്കിൽ അമ്മ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ല, ആരെങ്കിലും ഒരാൾ കഴിക്കാനുണ്ടെങ്കിൽ അന്നത്തെ ഫുൾ ആഹാരവും ദൈവമ്മയാവും ഉണ്ടാക്കുക. ഇതിപ്പോ ഇത്രയും സന്തോഷത്തിൽ ഫുഡൊക്കെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആരെങ്കിലും വരുമെന്ന് അമ്മ പറഞ്ഞതായിട്ടൊട്ട് ഓർക്കുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും അമ്മ പറഞ്ഞു എന്ന ഓർമ്മയിൽ അവൾ പലരുടെയും മുഖം തിരഞ്ഞു. ആ ഒരു കൺഫ്യൂഷനോടെയാണ് അവള് അമ്മയ്ക്കടുത്തേക്ക് ചെന്നത്. അത്രയും സന്തോഷത്തിൽ ചെന്ന അമ്മയ്ക്കടുത്ത് നിൽക്കുന്ന ആളെ ചരിച്ച് അവളെ നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി എന്ന് പറയുന്നതാവും ശരി. രാവണൻ. അത്ഭുതത്തിനുമപ്പുറം പകപ്പോടെയാണ് അവളുടെ ചുണ്ടുകൾ ചലിച്ചത്. ഇയാൾ ഇയാൾ എന്താ ഇവിടെ? അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി? പാത്രത്തിൽ ബ്രെഡ് അല്ലല്ലോ, സ്ക്രാമ്പിൾഡ് എഗ് അല്ലാതെ എന്താവോ ഇയാൾ ഇത്രയും ആർത്തിയോടെ കഴിക്കുന്നേ? മഹാദേവ, ദോശ! കണ്ടോ കണ്ടോ, ഇങ്ങനെ ദോശ കഴിക്കുന്ന കണ്ടോ? കഴിഞ്ഞ ദിവസം ഈ ചെകുത്താൻ തന്നെ കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയല്ലേ പറഞ്ഞത് അവനിപ്പോ ദോശയൊന്നും കഴിക്കുന്നില്ലെന്ന്? എന്നിട്ട് ഞാൻ ഉറക്കപ്പിച്ചയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇങ്ങേരിപ്പോ കഴിക്കുന്ന എന്താണ്? ദോശയല്ലേ? അതെല്ലാം പോട്ടെ, അമ്മയുടെ കയ്യിൽ നിന്നല്ലേ ഇയാൾ ഇതെല്ലാം വാങ്ങി കഴിക്കുന്നത്? അപ്പോ അമ്മയെ ഇയാൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? രാവണൻ നന്നായോ? കഴിക്കുന്നത് വൈകുണ്ഠത്തിൽ വംശീവർദ്ധൻ തന്നെയല്ലേ? കണ്ണ് ഒന്നും കൂടി ഇറുക്കി അടച്ച് കൈകൊണ്ട് തിരുമ്മി അവൾ പിന്നെയും നോക്കി. അതെ അതെ, അയാള് തന്നെയാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിക്കും? അതും ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ. ഇനിയിപ്പോ ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞ് കിടന്നിട്ട് ഉണർന്നത് 4-5 വർഷം കഴിഞ്ഞിട്ടാവുമോ? അവള് പെട്ടെന്ന് ചുവരിലേക്കും കലണ്ടറിലേക്കും അമ്മയൊക്കെ ഒന്ന് മാറി മാറി നോക്കി. ഏയ്, 4-5 വർഷം കഴിഞ്ഞിരുന്നെങ്കിൽ ദേവമ്മ കുറച്ചും കൂടി കിളവിയാവില്ലായിരുന്നോ? അവൾ സ്വയം നോക്കി. താനും സുന്ദരിയാ. ഇതിപ്പോ താൻ ഇന്നലെ കണ്ട പോലെ തന്നെയുണ്ട് എല്ലാവരും. അപ്പോ രാവിലെ ആയിട്ടേ ഉള്ളൂ. എങ്കി പിന്നെ 4-5 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എത്രയും മാറ്റങ്ങളൊക്കെ സംഭവിക്കുമോ? ഷെടാ, ഇത് ഇയാള് തന്നെയല്ലേ? ഇനി വല്ല മായാവിയും? തലയ്ക്ക് മുകളിലൂടെ പുക പറത്തിയ 1000 ചോദ്യങ്ങൾ അവളിൽ നിന്ന് വന്നുപോയി. നീ എന്താ മോളെ അന്തം വിട്ട് നിൽക്കുന്നത്? വേഗം പോയി മോന് ബ്ലാക്ക് കോഫി എടുത്തോണ്ട് വാ. ദൈവമ്മയുടെ ശബ്ദം കേട്ടതും അവൾ ഒന്ന്. എന്ത്? എന്താമ്മേ? അല്ല, ഒന്നുമില്ല, ഞാനിപ്പോ വരാം. സന്തോഷത്തോടെ അവള് അടുക്കളയിലേക്ക് ഓടി. അപ്പോഴും ഒരുവൻ സ്വതവേയുള്ള ഗൗരവത്തോടെ പാത്രത്തിൽ നിന്നും ആഹാരം കഴിക്കുകയായിരുന്നു. സിദ്ധി അവന്റെ മുഖത്തേക്ക് നോക്കി. താൻ അവനെ രാവണൻ എന്ന് വിളിക്കാനുള്ള ആദ്യത്തെ കാരണമാണ് കണ്ണിൽ തടഞ്ഞത്. വീതിയുള്ള പുരികം, അല്പം വിടർന്ന കണ്ണുകളാണ് അവന്റെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവന്റെ ദേഷ്യം ആദ്യം അറിയുന്നത് ആ കണ്ണുകളിലൂടെയാവും. എടുത്തു വെച്ചതുപോലെ ഗരുഡന്റെ ചുണ്ടുപോലെയുള്ള മൂക്ക്. ദേഷ്യം വരുമ്പോൾ അതിന്റെ തുമ്പിങ്ങനെ ചുവക്കുന്നുവെന്ന് കാണണം. കവിളുകൾ ഒട്ടിപ്പിടിച്ചാണ്. കുഞ്ഞു ചുണ്ടുകളാണെന്ന് തോന്നുന്നു. കട്ടി മീശയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് അത് പലപ്പോഴും വ്യക്തമായി കണ്ടിട്ടില്ല.
ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രത്തിലെ ചുണ്ടുകൾക്ക് ചുവന്ന നിറമായിരുന്നു. ഇപ്പൊ പക്ഷേ വേണ്ടാത്ത പലതും കയ്യിലുള്ളത് കൊണ്ട് അതിന്റെ നിറമങ്ങ് പോയി കാണുമായിരിക്കും. നീണ്ട മുഖം, ഇത്തിരി പുരികം കേറിയാണ്. പക്ഷെ നല്ല ചുരുളിച്ചുള്ള മുടി പലപ്പോഴും ഫ്രണ്ടിലേക്ക് കിടക്കുന്നതുകൊണ്ട് അതറിയില്ല. മിക്കപ്പോഴും അതെല്ലാം കൂടി വലിച്ചു കെട്ടി ബണ്ണ് പോലെ പിന്നിലുണ്ടാവും. ആ മുടി അഴിഞ്ഞു കിടക്കുന്നതിലും പേടിക്കണം. കെട്ടിവെച്ചുള്ള രൂപം കാണുമ്പോൾ മിക്കവാറും രാവണ രൂപത്തിലാവും ആ മുടി അങ്ങനെ ഇരിക്കുക. ഒരിക്കൽ ശരീരം ജിം ചെയ്ത് പക്ക ആക്കിയാണ് നിർത്തിയിരിക്കുന്നത്. ഒരിക്കൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയതാ. ആകെ വലിഞ്ഞു മുറുകി, ഞരമ്പൊക്കെ എഴുന്ന്. 6 പാക്ക് ആണോ 8 പാക്ക് ആണോ, അങ്ങനെ ഏത് പെണ്ണ് കണ്ടാലും ഒന്നുകൂടെ നോക്കിപ്പോകുന്ന ഫീച്ചേഴ്സ് ഉള്ള റാണ എന്ന നടനെ ഒറ്റ നോട്ടത്തിൽ അനുസ്മരിപ്പിക്കുന്ന ഒരാൾ. കഴിഞ്ഞ 2 2.5 ആഴ്ച കൊണ്ട് അവൾ കണ്ടെത്തിയതെല്ലാം ആ ഒരു നിമിഷം അവനെ നോക്കിയ നോട്ടത്തിൽ വന്നുപോയി. നീ ഇതുവരെ ഇവിടെ നിന്നും അനങ്ങിയില്ലേ കുഞ്ഞേ? കയ്യിലെ ബ്ലാക്ക് കോഫി മുന്നിലേക്ക് വെച്ചുകൊണ്ട് അമ്മ തിരിഞ്ഞവളെ നോക്കിയതും പെണ്ണ് അനങ്ങാതെ തന്നെ നിന്നു. രാവണിന് ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം, അതും മധുരമില്ലാതെ. ചുമ്മാതാണോ അങ്ങയുടെ നാവിൽ നിന്നും നല്ലതൊന്നും വരാത്തത്? കഴിക്കുന്ന ഈ സാധനമല്ലേ 24 മണിക്കൂറും കുടിക്കുന്നത്? ആലോചിച്ചു തീർന്നില്ല, അപ്പോഴേക്കും കേട്ടു. അയ്യോ, നിർത്തിയോ മോനെ? ഒരെണ്ണം കൂടി കഴിക്ക്. അമ്മ ഒരെണ്ണം കൂടി പ്ലേറ്റിലേക്ക് ഇടാൻ പോയതും അവൻ കൈവച്ച് തടഞ്ഞ് എഴുന്നേറ്റു. മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. എന്താവും ശരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ ദൈവമ്മയെ കൈ കിട്ടിയാലേ പറ്റുള്ളൂ. അതിനിനി ഈ രാക്ഷസൻ പോയാലല്ലേ അമ്മയെ കയ്യിൽ കിട്ടൂ. അതോർത്തപ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് പോയാൽ മതി എന്ന ചിന്തയായി അവൾക്ക്. എന്നാൽ താൻ വന്ന് നിന്നിട്ട് ഇത്രയും നേരമായിട്ടും ഒരു നോട്ടം പോലും അവളിൽ നിന്ന് വരുന്നില്ലെന്നുള്ളതും അവൾക്ക് ചെറുതല്ലാത്തൊരു ഭയവും അത്ഭുതവും നൽകാതിരുന്നില്ല. ഒന്നുമല്ലെങ്കിലും ഇന്നലെ താൻ അത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് അതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇതിപ്പോ അതൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാലും എന്താവും ശരിക്കും രാവണന്റെ മനസ്സിൽ? വിലാസിനിയമ്മേ, വിലാസിനിയമ്മേ, വിലാസിനിയമ്മോ, നീ എന്താ കൊച്ചേ എനിക്ക് പേരിടുവാണോ? പാതകത്തിൽ നിന്നുകൊണ്ട് വിലാസിനിയമ്മ തിരിഞ്ഞു നിന്ന് ദേഷ്യപ്പെട്ടു. അതിപ്പോ പിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു? ശരിക്ക് വിളി കേൾക്കാത്തോണ്ടല്ലേ ഞാൻ പിന്നെയും പിന്നെയും വിളിച്ചത്. ചുണ്ടും ചുളുക്കി മുഖവും വീർപ്പിച്ച് പെണ്ണ് നോക്കിയതും വിലാസിനിയമ്മ അവളെ നോക്കിക്കൊണ്ട് ചിരിച്ചു പോയിരുന്നു. എന്റെ കൊച്ചല്ലേ, തന്നെ നീ അടയ്ക്കാക്കുരുവി അത്രേ ആയതേ ഉള്ളൂ. ഇതിന്റെ കൂടെ പിള്ളേരെ പോലെ ഇങ്ങനെ മൂക്കും മുഖവും ഒക്കെ ചുളിച്ചു വെച്ചാൽ ഇവിടുത്തെ കുഞ്ഞും നിന്റെ അമ്മമ്മയൊക്കെ നിന്നെ കൂട്ടുണ്ടല്ലോ. വല്ല അംഗനവാടിയിലും കൊണ്ടിരുത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓവ, ഇങ്ങി വരട്ടെ. ഓ, അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിലാസിനി അമ്മേ? എന്റെ പൊന്നു കുഞ്ഞെ, നീ ആളെ വിട്. ഇവിടുത്തെ ഈ പണി കഴിഞ്ഞു വേണം എനിക്ക് താഴത്തെ അടുക്കളയിൽ പോയി ബാക്കി ചെയ്യാൻ. താഴത്തെ അടുക്കളയിലോ? ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ടോ വിലാസിനി അമ്മേ? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്കറിയില്ല. ദൈവം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ദേവമ്മ പറഞ്ഞിട്ടോ? ഇന്നത്തെ ദിവസം എന്താ ഈ ദേവമ്മയ്ക്ക് പറ്റിയേ? എനിക്ക് പറ്റിയതൊക്കെ കേട്ടാൽ കുട്ടി ഞെട്ടും. അകത്തേക്ക് കയറിയ അമ്മ അവൾ ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ചെന്ന് തുടയിൽ മെല്ലെ ഒന്ന് തട്ടി മനോഹരമായി പുഞ്ചിരിച്ചു. അതെ, ഞെട്ടും. എനിക്കും അറിയാം. അങ്ങനെയൊന്നും ഞെട്ടാൻ വേണ്ടി ഈ നേരം വരെ ഞാനിവിടെ അമ്മയെ കാത്തിരുന്നത്. പറയുന്നതിനൊപ്പം തന്നെ പാതകത്തിൽ നിന്നും ചാടി ഇറങ്ങി പെണ്ണ്. ഉടുപ്പും നീളം പാവാടയാണ് വേഷം. അതുകൊണ്ട് തന്നെ ചാടി ഇറങ്ങിയപ്പോൾ പാവാടത്തുമ്പിൽ ചവിട്ടിട്ട് അവൾ കുറെ മുന്നിലേക്ക് വന്നുപോയി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ, കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അടുത്ത ഭാഗം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വായിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.